ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 45ലേക്ക് സ്വാഗതം. ആ സൈൻ ഇത് തന്നെയാണ്, അത് ഉറപ്പ്. പക്ഷേ ആ പേന പിടിച്ച ആളുടെ മുഖം മാത്രം മനസ്സിൽ തെളിയുന്നില്ല. അവൾ കണ്ണടച്ച പാടെ തല കുടഞ്ഞു. മുഖമൊന്നു അമർത്തി തുടച്ചു. അങ്ങനെയിരുന്നു. അവൾക്ക് കിട്ടിയ ആ ബ്ലാക്ക് ചെക്ക് ഓർമ്മയിൽ തെളിഞ്ഞതും അവൾ പൊടുന്നനെ കണ്ണു തുറന്നു. ആ ചെക്കിൽ കണ്ട സൈൻ ഇതായിരുന്നുവോ എന്ന് നോക്കാൻ ഇനി ആ ചെക്ക് കിട്ടില്ല. തൻ്റെ വീട് കത്തിച്ചാരമായ കൂട്ടത്തിൽ ആ ചെക്കും പോയില്ലേ? അവളുടെ കണ്ണിലെ ചിത്രത്തിലെ സ്യൂട്ട് കേസെങ്കിലും ഓർമ്മ കിട്ടാൻ അവൾ നടന്നാലോചിച്ചു, ഇരുന്നാലോചിച്ചു, കിടന്നാലോചിച്ചു. ഒടുക്കം കിട്ടി. നയനയുടെ കയ്യിൽ കിടന്നു ആ റെസിപ്റ്റ്. അവളുടെ വിറക്കുന്ന വിരലുകൾക്കിടയിൽ ഒരു നിധി പോലെ അമർന്നിരുന്നു. ആ ഒപ്പിലേക്ക് നോക്കി അവൾ ദീർഘനേരം മരവിച്ചിരുന്നു. തൻ്റെ കരിയറിന് പിന്നിൽ താൻ പോലും അറിയാതെ നടന്ന വലിയ സ്നേഹത്തെക്കുറിച്ചോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ കരച്ചിൽ പുറത്തേക്ക് വരാതിരിക്കാൻ വാപൊത്തി. ആ രസീത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ബെഡിൽ ചാരിയിരുന്ന് നിശബ്ദമായി കരഞ്ഞു. ക്യാബിനിലെ ചെയറിൽ അർജുൻ ചാരിയിരുന്നു. ഏറെ നേരമായിട്ടുള്ള ഇരിപ്പാണ്. സമയം എത്രയായെന്ന് പോലും അവന് അറിയില്ല. അറിയാൻ താല്പര്യമില്ല. താൻ രാവും പകലും കഷ്ടപ്പെട്ട് ഉയർത്തിയ സ്ഥാപനമാണ് തൻ്റെ അഭാവത്തിൽ അലസതയിൽ മുങ്ങിപ്പോയിരിക്കുന്നത്. ഇനിയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനെ അലട്ടുന്നുണ്ടെന്ന് തോന്നി. മുൻപിലെ ടേബിളിൽ ഇരിക്കുന്ന ഫോൺ റിങ് ചെയ്തതും അവൻ വേഗം ഫോൺ എടുത്തു. ഹരി, പറയടാ. അവൻ്റെ ചോദ്യത്തിൽ മറുവശത്തുള്ളവൻ പറയുന്നത് കേൾക്കാനുള്ള തിടുക്കം ഉണ്ടായിരുന്നു. അർജുൻ ആകെ സീനാണ്. ഞാൻ ചോദിച്ച നമ്മുടെ ബാങ്കിലും എമൗണ്ട് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. വിഡ്രോ ചെയ്യുന്ന പാർട്ടി കമ്പനിയിൽ നിന്ന് നേരിട്ടായതുകൊണ്ട് ബാങ്കും ഈ അപകടം ശ്രദ്ധിച്ചില്ല. ഹരി പറയുന്നത് കേട്ട് അർജുൻ സ്തംഭിച്ചു പോയി. നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോയെന്ന് നോക്കാം. അർജുൻ, നീ ഓക്കെ അല്ലേ? അവൻ്റെ മറുപടി ഒന്നും കേൾക്കുന്നില്ല എന്ന ഭീതിയിൽ ഹരി ആശങ്കപ്പെട്ടു. അവനൊന്ന് മൂളി. ആ മൂളൽ ഹരി കേട്ടുവോ എന്ന് പോലും അറിയില്ല. ശരി, നാളെ കാണാം. കേട്ടിട്ടുണ്ട്. ഹരി ഇതും പറഞ്ഞ് കോൾ കട്ടാക്കിയിട്ടും അവനോട് ഇനിയും എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന മട്ടിൽ അർജുൻ ആ ഫോൺ പിടിച്ചിരുന്നു. തല പെരുത്ത് കയറുന്നുണ്ട്. പോയ പൈസക്ക് കണക്കില്ല, പക്ഷേ നഷ്ടപ്പെട്ടുവെന്നത് സത്യമാണ്. കേസ് കൊടുക്കുന്നത് കൊണ്ട് ഫലമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആ പണം അത്രയും പിൻവലിച്ചത് കമ്പനിയുടെ പേരിലാണ്. അത് കമ്പനിയുടെ കാര്യത്തിന് വിനിയോഗിച്ചു എന്ന് തെളിയിക്കാൻ ആ കാട്ടുകള്ളന്മാർക്ക് നിമിഷ നേരം മതി. അർജുൻ തല ഒഴിഞ്ഞ വഴിയെ മുഖവും ഒഴിഞ്ഞു വിട്ടു. ഫോൺ റിങ് കേട്ട് വേഗം സ്ക്രീനിലേക്ക് നോക്കി. ഹരിയാണെങ്കിലോ? പക്ഷേ നയനയാണ് വിളിക്കുന്നത്. അർജുൻ ആ കോൾ കട്ട് ചെയ്തു. അവളോടിപ്പോൾ എന്തു പറയാൻ? അതുപോലെ ചോദിക്കാനും ഒന്നുമില്ല. തൻ്റെ മാനസികാവസ്ഥ അതിന് ഉതകുന്ന രീതിയിലല്ല. അവൾ വീണ്ടും വിളിച്ചു. അപ്പുറത്തുള്ളവൾക്ക് പരിഭ്രാന്തിയാണ്. അതിലേറെ കണ്ടുപിടിച്ച വാർത്ത അറിയിക്കാനുള്ള തീരാത്വരയും. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ മൂത്ത് നിൽക്കാണോടി നീ? അർജുൻ ഫോണിലൂടെ അലറി. നയന നിശ്ചലയായിപ്പോയി. അവളുടെ കണ്ണിലെ കൃഷ്ണമണി പോലും ചലിക്കുന്നില്ല. അർജുൻ്റെ ആ ക്രോധാത്മകമായ വാക്കുകൾ കേട്ട നിമിഷം നയനയുടെ ലോകം നിശ്ചലമായി. പക്ഷേ കണ്ണീർ വാർക്കുന്നുണ്ട്. നയന അവനെ കട്ടാക്കിപ്പോയ ഫോണിലേക്ക് നോക്കിയിരുന്നു. ഫോണിലെ ഇരുണ്ട സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുമ്പോൾ താൻ പ്രിയപ്പെട്ടവനെന്ന് കരുതിയ ആൾ എത്ര പെട്ടെന്നാണ് ഒരു അപരിചിതനെ പോലെ, അല്ലെങ്കിൽ അതിലും ഭീകരനായി മാറിയതെന്ന് നയന തിരിച്ചറിഞ്ഞു. മുറിയിലെ നിശബ്ദത അവളെ ശ്വാസം മുട്ടിച്ചു. അവൾ പതിയെ ബെഡിലേക്ക് ചാഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് ഉതിർന്ന കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി മുഖം പൂഴ്ത്തിക്കിടന്ന തലയിണയിൽ പടർന്നു. മോഹൻ വന്ന് ഡോർ തുറന്നതും അവൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. മോഹൻ എന്തെങ്കിലും ചോദിക്കും മുമ്പേ അവൻ വാതിൽ കൊട്ടിയടച്ചു. എടാ, നീ വല്ലതും കഴിച്ചായിരുന്നോ? മോഹൻ കതകിൽ തട്ടി ഉറക്കെ ചോദിച്ചു. പക്ഷേ മറുപുറം നിശബ്ദമായിരുന്നു. അവൻ മിണ്ടുന്നില്ലെന്ന് കണ്ടതും മോഹൻ തിരിച്ചു നടന്നു. അയാൾ മുൻവശത്തെ വാതിൽ അടച്ചു മുറിയിൽ കയറി. അവൻ എന്തു പറ്റി? കണ്ണടച്ചു മലർന്നു കിടന്നു വലതു കൈ തണ്ട കണ്ണിന് മുകളിലേക്ക് വെച്ചുകൊണ്ട് കിടക്കുന്ന നിത ചോദിച്ചു. അവൻ എന്തു പറ്റാൻ?
അവൻ നിന്നോട് ഇത്രയും മനസ്സ് നിറഞ്ഞൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് നിനക്ക് വല്ല അനക്കവുമുണ്ടോ? അപ്പോൾ ഇതൊക്കെ കാണേണ്ടി വരും. മോഹൻ കപട ഗൗരവം കാണിച്ചു മറുവശം കിടന്നു പുതച്ചു മൂടി. നിത കൈകളെടുത്തു കണ്ണു തുറന്നു അയാളെ നോക്കി. സർപ്രൈസ് എന്നും പറഞ്ഞ് അവൻ ഒളിപ്പിച്ചത് ഇത്രയും അന്താളിപ്പിക്കുന്ന ഒന്നായിരുന്നുവെന്ന് ഓർത്തതുപോലുമില്ല. നീരജ ഒന്നുമില്ലെങ്കിലും അവനെ പ്രസവിച്ച സ്ത്രീയാണ്. അവൻ വെറുത്താലും ആ സത്യം അതല്ലാതാവുന്നില്ല. നീരജയെ വിവരം അറിയിക്കണോ വേണ്ടയോ എന്ന ചിന്തയിൽ മൂടിക്കിടന്ന നിത എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. ഓഫീസിലേക്ക് പോകുന്ന തിരക്കിനിടയിലാണ് അർജുൻ്റെ കാർ പാതി വഴിയിൽ പണിമുടക്കിയത്. പലതവണ ശ്രമിച്ചിട്ടും എഞ്ചിൻ അനങ്ങുന്ന ലക്ഷണമില്ല. സഹികെട്ട അർജുൻ കാറിൽ നിന്നിറങ്ങി ആ അമർഷം മുഴുവൻ കാറിൻ്റെ ഡോറിലും ഒരു ആഞ്ഞു ചവിട്ടി തീർത്തു. വിരലുകൾക്കിടയിലൂടെ മുടി കോതിയൊതുക്കി ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവൻ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ ഫോണിൽ വിളിച്ചു. അയാൾ സ്ഥലത്തെത്തിയതും കാറിൻ്റെ കീ കൈമാറി ഒട്ടും വൈകാതെ തന്നെ സ്റ്റാഫ് വന്ന വണ്ടിയിൽ അർജുൻ ഓഫീസിലേക്ക് തിരിച്ചു. കുറേ നേരമായി തന്നെ പിന്തുടരുന്ന ട്രക്കിലേക്ക് അർജുൻ പിന്തിരിഞ്ഞു നോക്കി. വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിൽ ട്രക്കിന് പോകാനുള്ള വഴി കൊടുത്തിട്ടും അർജുൻ്റെ കാറിൻ്റെ മുരടിൽ തന്നെ ട്രക്ക് നീങ്ങി. അർജുൻ ഗ്ലാസ് താഴ്ത്തി കൈ കാണിച്ചിട്ടും അവസ്ഥ മാറിയില്ല. അവൻ ദേഷ്യത്തോടെ ആ വാഹനത്തെ ശ്രദ്ധിക്കാതെ അതിവേഗതയിൽ മുന്നോട്ട് കുതിച്ചു. ഹരി, നീ എവിടെ? ഫോൺ സ്പീക്കറിലിട്ടു അർജുൻ ചോദിച്ചു. ഞാൻ ഈ മോളിൻ്റെ മുമ്പിലുണ്ട്. എന്താടാ കാര്യം? ഒരു ട്രക്ക് എന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഒരു തോന്നൽ, അർജുൻ സൈഡ് മിററിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എവിടെയും വണ്ടി പാർക്ക് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് എത്തിയിടം ലൊക്കേഷൻ അയക്ക്. ആ പിന്നെ ട്രക്കിൻ്റെ നമ്പർ നോട്ട് ചെയ്യ്, ഹരി ശ്രദ്ധയോടെ പറഞ്ഞുകൊണ്ട് നിന്നു. അതൊക്കെ ഇൻബിൽറ്റ് ക്യാമറയിൽ റെക്കോർഡാവും. ഓക്കെ, വെരി ഗുഡ്, വാ. ഹരി പറഞ്ഞതും അർജുൻ കാറിൻ്റെ വേഗത കൂട്ടി. അതിനേക്കാളെ വേഗതയിൽ ട്രക്ക് പിറകെ പാഞ്ഞപ്പോൾ അർജുന് സംശയം ഉറപ്പായി. സോളമൻ മീശ പിരിച്ചൊതുക്കി വെച്ചുകൊണ്ട് ആക്സിലേറ്ററിൽ ചവിട്ടി. അവൻ ഹരി പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ചതും കുതിച്ചു വന്ന ട്രക്ക് അവൻ്റെ കാറിൻ്റെ പിറകിലിടിച്ചു. നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്ന് തെന്നി മാറി ടയർ റോഡിൽ ഞെരങ്ങി. സ്റ്റിയറിങ്ങിലെ പിടിവിട്ടു പോയ അർജുന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വലിയൊരു ശബ്ദത്തോടെ കാർ റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറി. നിമിഷ നേരം കൊണ്ട് എയർ ബാഗുകൾ വിന്യസിക്കപ്പെട്ടു. ബോധം മറയുന്നതിന് മുമ്പ് അർജുൻ്റെ മുഖം ആ എയർ ബാഗിലേക്ക് ആഞ്ഞിടിച്ചു. ട്രക്ക് ഒന്നുകൂടി പിന്നോട്ടെടുത്തു കാറിനെ തകർക്കാൻ ആഞ്ഞപ്പോഴാണ് ദൂരത്തുനിന്ന് പോലീസ് സൈറൻ മുഴങ്ങിയത്. ചുവപ്പും നീലയും വെളിച്ചം കണ്ടതും സോളമൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഒരൊറ്റ നിമിഷം അയാൾ വണ്ടി തിരിച്ച് മുമ്പോട്ട് തന്നെ പാഞ്ഞുപോയി. പുകയും പൊടിയും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ആകെ നിശബ്ദത പടർന്നു. ദൂരെ പോലീസ് വണ്ടിയുടെ സൈറൻ അടുത്തു വരുന്നുണ്ടായിരുന്നു. കാറിനുള്ളിൽ അർജുൻ അബോധാവസ്ഥയിലായിരുന്നു. ഫോൺ സീറ്റിനടിയിൽ വീണ് കിടന്നു. പോലീസ് വാഹനം അർജുൻ്റെ കാറിൻ്റെ അരികിൽ നിർത്തുകയും അതിലുള്ളവർ ചാടി ഇറങ്ങുകയും ചെയ്തു. അവർ ഡ്രൈവിംഗ് സൈഡിലെ ഡോർ തുറക്കാനുള്ള ശ്രമം തുടങ്ങി. ഒടുക്കം ശ്രമം ഫലം കണ്ടു. അവർ ഡോർ തുറന്നതും സ്റ്റിയറിങ്ങിൽ കമിഴ്ന്നു വീണ് കിടക്കുന്ന അർജുനെ അവർ പിടിച്ചു മലർത്തി. അർജുനെ ശ്രദ്ധയോടെ പുറത്തേക്ക് ഇറക്കും നേരം അവൻ ചുമക്കാൻ തുടങ്ങി. പോലീസുകാർ അവനെ പിടിച്ചു അവരുടെ കാറിലേക്ക് കിടത്തി. അല്പം വെള്ളം വായിൽ ഒഴിച്ചു കൊടുക്കുകയും മുഖം കഴുകുകയും ചെയ്തപ്പോഴേക്കും അവൻ കണ്ണു തുറന്ന് കൂടെ എത്തി നോക്കി നിൽക്കുന്ന പോലീസുകാരെ മിഴിച്ചു നോക്കി. വാട്ട് ഹാപ്പൻ? അർജുൻ അവരെയും അവൻ്റെ ദേഹത്തെയും കൈപ്പത്തി ഉയർത്തി തിരിച്ചും മറിച്ചും നോക്കി എഴുന്നേറ്റു. സാർ, ഹി വേക്ക്ഡ് അപ്പ്. സീറ്റിൻ്റെ താഴെ കിടന്നു റിങ് ചെയ്യുന്ന ഫോൺ എടുക്കുന്ന SI ഷോണിനെ നോക്കി ഒരു പോലീസുകാരൻ പറഞ്ഞു. ആശ്വാസത്തിൽ അയാൾ ആ ഫോൺ എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. കൺട്രോൾ റൂം, ഒരു അർജൻറ്റ് അലേർട്ട് ഉണ്ട്. KL 7CX4522 എന്ന നമ്പറിലുള്ള കറുത്ത ടോറസ് ട്രക്ക് ഇപ്പോൾ ഹൈവേയിലൂടെ സിറ്റി ബോർഡർ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. തമിഴ്നാട് ബോർഡർ കടക്കാൻ അവനെ വിടരുത്. ആ സമയം കൊണ്ട്
തന്നെ മറ്റൊരു പോലീസുകാരൻ കന്നഡ ഭാഷയിൽ വയർലെസ് സെറ്റ് കയ്യിലെടുത്തു കടുത്ത സ്വരത്തിൽ കൺട്രോൾ റൂമിലേക്ക് സന്ദേശം അയച്ചു കഴിഞ്ഞിരുന്നു. "ആർ യു ഓക്കെ? റെസ്റ്റ് എടുത്തോളൂ മാൻ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം." എസ് ഐ ഷോൺ അർജുൻ്റെ തോളിൽ തട്ടി ഇംഗ്ലീഷിൽ പറഞ്ഞു. "നോഹ." അർജുൻ തല കുടഞ്ഞും നെറ്റിയിൽ കൈ അമർത്തിയും എന്തൊക്കെയോ കാണിക്കുന്നു. അവനിപ്പോഴും ആ ഷോക്കിലാണ്. "സർ." അർജുൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയതും അർജുൻ തൻ്റെ ഫോൺ ഷോണിനോട് കൈ നീട്ടി ചോദിച്ചു. കാറിൻ്റെ ബോണറ്റിൽ വെച്ച് അർജുൻ്റെ ഫോൺ എടുത്ത് ഷോൺ അർജുന് കൊടുത്തു. കോൾ കട്ടാവും മുമ്പേ അർജുൻ അതെടുത്തു. "ഹരിയാണ്." "ഹരി, പണി പാളിപ്പോയിരുന്നടാ. എൻ്റെ പെണ്ണിന് ഭാഗ്യമുള്ളോണ്ട് ഞാൻ ചത്തില്ല." ഫോൺ എടുത്തു പാടെ അർജുൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. "എടോ, താൻ ഓക്കെയാണോ? എവിടെയാ നീ? ഞാൻ എന്നാ അങ്ങോട്ട് വരാം." "എനിക്ക് കുഴപ്പമില്ല ഹരി, എൻ്റെ കൂടെ പോലീസുണ്ട്." അർജുൻ അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തതും ഹരി കോൾ കട്ട് ചെയ്തു. "മലയാളിയാണല്ലേ?" സീറ്റിലേക്ക് ചാരിക്കിടന്നു കൺകുഴികളിൽ വിരൽ അമർത്തുന്നവനോട് എസ് ഐ ഷോൺ തല കാറിൻ്റെ അകത്തേക്കിട്ടുകൊണ്ട് തിരക്കി. ആ സാറും മലയാളമാണല്ലോ സംസാരിക്കുന്നതെന്ന് അർജുനും ശ്രദ്ധിച്ചു. "അതെ." അവൻ തലകുലുക്കി. "പേര്?" "അർജുൻ." "എന്തു ചെയ്യുന്നു?" "ബിസിനസ്സാണ്." "എന്ത് ബിസിനസ്?" അയാൾ വീണ്ടും ചോദിച്ചു. "ഫാഷൻ അപ്പാരൽസ്." അർജുൻ അയാളുടെ മുഖത്തേക്ക് നോക്കി മറുപടി കൊടുക്കുന്ന കൂടെ പോലീസ് കാറിൽ നിന്നിറങ്ങി. "അർജുന് എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ ഇറങ്ങേണ്ട, നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകാം. എന്തായാലും ബോഡി ചെക്കപ്പ് ചെയ്യാം." അർജുൻ്റെ കാറിന് ചുറ്റും കൂടിയ പോലീസുകാരെ നോക്കി എസ് ഐ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. "ഇല്ല സാർ, എനിക്ക് പ്രശ്നമൊന്നും തോന്നുന്നില്ല." അർജുൻ കൈ ഒഴിഞ്ഞുകൊണ്ട് അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് പിൻവശം തകർന്ന കാറിനെ നോക്കി കണ്ടു. ഒരുപാട് സാങ്കേതിക വിദ്യകൾ അധികമുള്ളൊരു കാറാണത്. പോലീസ് സംഘം കാറിൻ്റെ ക്യാമറ കണ്ടെത്തി വീഡിയോ തിരയുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും ഹരിയുടെ കാർ മുമ്പിൽ വന്ന് നിർത്തിയതും പോലീസുകാരും എസ് ഐ ഷോണും ആദരവോടെ നേരെ നിന്നു. അർജുൻ അവരുടെ പ്രവൃത്തി വീക്ഷിച്ചുകൊണ്ട് ഹരിയെ നോക്കി. ഡാർക്ക് ഗ്രീൻ ടീഷർട്ടും ജീൻസ് പാൻറ്റുമായിരുന്നു അവൻ്റെ വേഷം. ഹരി ആ പോലീസ് സംഘത്തെ നോക്കി അവർക്ക് സല്യൂട്ട് ചെയ്തതിന് തിരിച്ചും കൈ ഉയർത്തി. "സാർ ഇവിടെ." എസ് ഐ ഷോൺ ഹരിയുടെ അടുത്തേക്ക് വന്നു. "എൻ്റെ സുഹൃത്താണ് അർജുൻ." ഹരി ഷോണിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അർജുൻ്റെ വിവരങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തു. "ഷോൺ, ആ ട്രക്ക് ഡ്രൈവറെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ?" ഹരി ഷോണിനോട് ചോദിച്ചു. "സാർ, ഈ കാറിൽ ഇൻബിൽറ്റ് ഡാഷ് ക്യാമറ ഉണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ വ്യൂ." "യെസ്." ഷോൺ വിവരിച്ചു കൊടുക്കുന്നതിന് ഹരി തലകുലുക്കിക്കൊണ്ട് മറുപടി കൊടുത്തു. "അത് ഓട്ടോമാറ്റിക് റെക്കോർഡിങ്ങിലായിരുന്നു. ഡാഷ്ബോർഡ് ഡിസ്പ്ലേയിൽ വീഡിയോ പ്ലേ ചെയ്തു. വണ്ടി മരത്തിൽ ഇടിക്കുന്നത് വരെയുള്ള എല്ലാ ദൃശ്യങ്ങളും, ആ ട്രക്കിൻ്റെ നമ്പറും പിടികിട്ടാപ്പുള്ളിയായ സോളമൻ്റെ മുഖവും അതിൽ വ്യക്തമായി കാണുന്നുണ്ട്." ഷോൺ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. "സാർ." പോലീസ് സംഘത്തിലെ ഒരാൾ കയ്യിലെ വയർലെസ് ഫോൺ ഉയർത്തി ഷോണിനെ വിളിച്ചതും ഷോൺ ഹരിയുടെ അരികിൽ നിന്നും അങ്ങോട്ട് പോയി. ആ ഫോൺ വാങ്ങി അതിലൂടെ കേൾക്കുന്ന വോയിസ് മെസ്സേജ് ശ്രവിക്കുന്നതിനിടെ ഷോൺ അർജുനെയും ഹരിയെയും നോക്കി പുഞ്ചിരിച്ചു. നയന ആ വെളുത്ത ഷോൾ തലയിലേക്ക് വലിച്ചിട്ട് പള്ളിയുടെ പടിക്കെട്ടുകൾ കയറി. പള്ളിയിലെ നിശബ്ദതയിൽ ഈശോയുടെ രൂപത്തിന് മുന്നിൽ അവൾ മുട്ടുകുത്തി നിന്നു. മനമുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വിറക്കുന്ന വിരലുകളാൽ നെറ്റിയിലും തോളിലും കുരിശടയാളം വരച്ച് കൈകൾ ചുംബിച്ച് അവൾ പതുക്കെ എഴുന്നേറ്റു. തുടരും.